ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുവചനവുമായി ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാൻ ദൈവം തന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. പല തിരുവചന ഭാഗങ്ങളും പല ചിന്തകളും ഒക്കെ ദൈവം തന്നെങ്കിലും പല സാഹചര്യത്താൽ എനിക്കത് കഴിയാതെ പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം തന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദൈവം തന്ന ഒരു ഭാഗം ഞാൻ ദൈവവചനത്തിൽ നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ആ ഭാഗത്തിൽ നിന്ന് ദൈവം തന്ന ആ ചിന്തയെ പറഞ്ഞ് വേഗം ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനായി നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, 10, 11, 12 അങ്ങനെ കുറച്ച് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനുശേഷം ദൈവം തന്ന ചിന്ത ഞാൻ വേഗത്തിൽ ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 13:10. ഒരു ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയത് അത് കണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട് വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, ഇതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവീൻ, ശബ്ബത്തിലരുത് എന്ന് പറഞ്ഞു. ഇത് ശബ്ബത്ത് ദിവസം ദൈവം പള്ളിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കൂനിയായ ഒരു സ്ത്രീ, അത് 18 സംവത്സരമായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, 18 സംവത്സരമായി ആത്മാവിനാൽ ബാധിക്കപ്പെട്ട് തല നിവർത്തുവാൻ കഴിയാതെ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവിടെ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെയൊരു സ്ത്രീ അവിടെ ഉണ്ടെന്ന് ദൈവം മനസ്സിലാക്കുകയും ദൈവം ആ സ്ത്രീയെ അരികൽ വിളിക്കുകയും ചെയ്യുന്നു. അവരെ കണ്ട് അടുക്കൽ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രോഗം കൂനിയാക്കിയ ഒരു സ്ത്രീയാണ്. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് നിവരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. 18 വർഷം എന്ന് പറയുന്നത് നീണ്ട ഒരു കാലയളവാണ്. അത്രയും വർഷങ്ങൾ ഒരു രോഗം അല്ലെങ്കിൽ രോഗാത്മാവ് അവളെ കുനിച്ചിരിക്കുകയാണ്, അവിടെ ശിരസ് കുനിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിവരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഞാനൊരു ഭാവനയിൽ പറയട്ടെ, അവൾ ഒരുപക്ഷെ നിവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ പ്രൈസ് ദി ലോർഡ് അവൾക്ക് കാണാനും കേൾക്കാനും ഇടയാകുന്നത് പരിഹസിക്കുന്ന ജനതകളെയായിരിക്കും. കാരണം കൂനിയിരിക്കുന്ന വ്യക്തികളെയൊക്കെ സമൂഹം ഏത് നിലയിൽ കൂടെ കാണുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവൾ എപ്പോഴെങ്കിലും നിവരാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവളൊന്ന് കണ്ണ് മുകളിലേക്ക് ഉയർത്തി ഒന്ന് നിവർന്ന് നോക്കാൻ ആഗ്രഹിച്ചപ്പോഴെല്ലാം അവൾക്ക് നേരിടേണ്ടി വന്നത് ഒരുപക്ഷെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ വന്നെന്നൊക്കെയുള്ള കുത്തുവാക്കുകളും വേദനാജനകമായ സംഭാഷണങ്ങളും ഒക്കെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതെല്ലാം പേറി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കൂനുമായി അവൾ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അത് അവൾക്കൊരു അനുഗ്രഹമായി തീരുകയാണ്. കാരണം യേശു ആ ദേവാലയത്തിൽ വന്നത് അവൾക്ക് വേണ്ടി കൂടിയാണ്. അവളൊരുപക്ഷെ ദേവാലയത്തിൻ്റെ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് യേശുവിനെ കണ്ടുമുട്ടാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ അവൾ ദേവാലയത്തിലുണ്ടായിരുന്നു, അവൾ പള്ളിയിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു അവിടെ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നൊരു സ്ത്രീ ഉണ്ടെന്ന് അറിഞ്ഞ് അവളെ അരികൽ വിളിച്ച്, നിന്റെ രോഗബന്ധനം മാറിയിരിക്കുന്നെന്ന് പറഞ്ഞ് അവിടെ മേൽ കൈവച്ചു. അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്ന യേശു, ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പ്രസംഗിക്കുന്ന യേശു നമ്മുടെ കൂനുകളെ നിവർത്തുന്നവനാണ്. അവിടുന്ന് കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. അത് രോഗം കൊണ്ടുള്ള കൂനാകാം,
മനസ്സിലുള്ള ജീവിത യാത്രയിൽ ജീവിതമേൽപ്പിച്ച പലവിധമായ ഹെർട്ടിങ്, ആ മുറിവുകൾ കൊണ്ടുണ്ടാകുന്ന കൂനാകാം, ജീവിതത്തിൽ പരാജയങ്ങൾ കൊണ്ടുണ്ടാകുന്ന കൂനാകാം, എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ മനസ്സിൻ്റെ വലിയ തേങ്ങലിൽ നിന്നുണ്ടാകുന്ന കൂനാകാം. ഏത് തരത്തിലുള്ള കൂനുകളാലും ജീവിതത്തിൽ കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുമാറാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ദൈവം ചെയ്ത ഒരു ശബത്ത് ദിവസമാണെന്ന് പറഞ്ഞല്ലോ. ഹല്ലേലൂയ. 6 ദിവസം വേല ചെയ്ത് ആമേൻ സ്വതന്ത്രം വിശ്രമിക്കുവാൻ വേണ്ടി യഹൂദന്മാർ പ്രമാണിക്കുന്നൊരു ദിവസമാണ്. അന്ന് മറ്റൊരു കാര്യങ്ങളും ചേരുന്ന അവർ വിശ്വസിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ ആ ദിവസം തന്നെയാണ് യേശു ആ മകളെ സൗഖ്യമാക്കുവാൻ തിരഞ്ഞെടുത്തതെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയുള്ള കാര്യം കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെയും ആത്മാർത്ഥതയോടുകൂടിയായിരിക്കുന്നെങ്കിൽ നമ്മുടെ ഏത് കൂനുകളെയും, പ്രൈസ് ദി ലോർഡ്, ഇതൊരു സിനേറിയോ മാത്രമാണ്. ഇതിവിടെ പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നാൽ ജീവിതയാത്രയിൽ നമ്മൾ യേശുവിനെ അറിഞ്ഞ നമ്മൾ ആ കുനിയായ സ്ത്രീ ചർച്ചിലായിരുന്നു, പള്ളിയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ 18 വർഷവും ഈ കൂനും പേറി നടക്കുന്നൊരു സ്ത്രീയാണെങ്കിൽ യേശുവിൻ്റെ ഉപദേശം കേൾക്കാനോ അല്ലെങ്കിൽ ആ പള്ളിയുമായി ബന്ധത്തിൽ അവൾ നിൽക്കത്തില്ലായിരുന്നു. അവൾക്ക് ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, സൗഖ്യം പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൾക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നെങ്കിൽ അവൾ ആ പള്ളിയോ പള്ളിയുടെ ചുറ്റുവട്ടങ്ങളിലോ നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവൾക്ക് പ്രതീക്ഷ കർത്താവിനുണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അവൾ എന്നെങ്കിലും ഞാൻ സൗഖ്യമാകുന്നവരുടെ ഹൃദയത്തിൽ അവൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ കുനിയായ സ്ത്രീക്ക് അത് ദൈവം കണ്ടു. ദൈവം കണ്ടിട്ട് ഹൃദയങ്ങളെ അന്തരംഗങ്ങളെ അറിയാവുന്ന ദൈവം ആ സ്ത്രീയെ അരിക്കെ വിളിച്ച് മകളെ നീ സൗഖ്യമായിരിക്കുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് തരത്തിൽ ഭാരത്തിലൂടെ കടന്നുപോവുകയാണെങ്കിൽ ഈ വീഡിയോ ഇടുമ്പോൾ ഞാനും ചില ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണെന്നൊക്കെയുള്ള ചില ബോധ്യങ്ങളൊക്കെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ആ ഭാരങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ നിന്ന് ഇറക്കി വെക്കുവാൻ തയ്യാറാണെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ ഭാരമെല്ലാം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാനതിനെ വഹിക്കും. കർത്താവ് നമ്മുടെ ഭാരമെടുത്താൽ പിന്നെ നമ്മൾക്ക് ആ ഭാരം പിന്നെ ചുമക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രീ ആകും. ദൈവത്തിൻ്റെ വലിയ ആഗ്രഹവും അതുതന്നെയാണ്. നമ്മൾ സുഖവും ശുഭവുമായിരിക്കുവാനാണ് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം. തന്നിൽ ആശ്രയിക്കുന്നവർ ഭാരം ചുമന്നുകൊണ്ട് നടക്കുവാൻ, തന്നിൽ വിശ്വസിക്കുന്നവർ ആമേൻ വേദനകൾ ചുമന്നുകൊണ്ട് നടക്കുവാൻ, രോഗത്താലും ഭാരത്താലും ഞെരുക്കത്താലും നിന്നയാലും ഒന്നും കൂനി നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവം നമ്മളെ സ്വതന്ത്രനാക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാണ്. നമ്മുടെ ഭാരം എടുത്തു മാറ്റുന്നവനാണ്. അവിടുന്ന് സൗഖ്യദായകനാണ്. ഈ ദൈവത്തിലേക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും ഭാരത്തിലിരിക്കുന്നെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള ആത്മീയ സന്ദേശം, നിങ്ങളിന്ന് ഈ ഭാരം കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഇറക്കാൻ തയ്യാറാവുമെങ്കിൽ നിങ്ങളുടെ കൂനുകൾ ഏത് വിധത്തിലുള്ള കൂനായാലും അതിനെ മാറ്റി നിങ്ങളെ നിവർത്തി നിർത്തുവാൻ യേശുവിന് കഴിയും, കർത്താവിന് കഴിയും. അവൻ ബന്ധനസ്ഥരായിരുന്നവരെ വിടുവിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടുന്ന് നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, നമുക്ക് ഒരിക്കലും there is no way to get out from this enclosed situation എന്ന് നമ്മൾ ജീവിതത്തിൽ പറയുന്ന ആ സിറ്റുവേഷനുകളിൽ നിന്ന് അത്ഭുതകരമായും അതിശയകരമായും പ്രവർത്തിച്ച് വെളിയിൽ കൊണ്ടുവന്ന ഒരു വലിയ ദൈവത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ വിശ്വാസത്തിന് വലിയ റോളുകളുണ്ട്. നമ്മൾ കാഴ്ചക്കാരായിട്ടല്ല, ചുമ്മാ കണ്ടു കേട്ടു പോകാൻ വേണ്ടിയല്ല, പ്രതീക്ഷയോടെ ഒരുക്കത്തോടെ ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അടുത്തു വരുമെങ്കിൽ, കർത്താവിൽ നമ്മൾ ഭാരമിടുമെങ്കിൽ അവിടുന്ന് നമ്മുടെ സൗഖ്യദായകനായി ആമേൻ വെളിപ്പെടും. അവിടുന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനായി വെളിപ്പെടും. നമ്മുടെ വിശ്വത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരും. അതൊരു ബ്യൂട്ടിഫുൾ ടെസ്റ്റിമണി ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷെ നമുക്ക് ഒത്തിരിയൊന്നും സുവിശേഷം പറയാനോ യേശു രക്ഷിതാവാണെന്നും അതുപോലെ വേദപുസ്തകത്തിനെക്കുറിച്ച് ആഴമായൊന്നും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച വിഷയം ദൈവം അത്ഭുതകരമായി നടത്തി തന്ന ദൈവം നമുക്കൊരു ബ്യൂട്ടിഫുൾ ടെസ്റ്റിമണി, ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം നമുക്ക് തരുമ്പോൾ അത് നമ്മളത് നമ്മുടെ ഒരു സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ അത് ഷെയർ ചെയ്യുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഒരു പ്രചോദനമായി തീരുകയും
ആമേൻ. വചനം പറയുന്ന ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുമെന്ന്. പ്രൈസ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ അനേകർ യേശുവിനെ കണ്ടുമുട്ടാൻ കാരണമാകുന്ന നിലയിൽ അല്ലെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങളുടെ കൂനുകളെ, നിങ്ങളുടെ ഭാരങ്ങളെ ഏൽപ്പിക്കുമെങ്കിൽ അതൊരു ബ്യൂട്ടിഫുൾ ടെസ്റ്റ് മണിയാക്കി അനേകർക്കൊരു വിടുതലാക്കിയും കൂടെ മാറ്റുമെന്നുള്ള ആ വലിയ ബോധ്യം ദൈവം എനിക്ക് തരുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് പറയുന്നു, വിശ്വസിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. എത്ര പേരിന്ന് തയ്യാറാകും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഭാരങ്ങളെ ഒന്ന് കൊടുക്കുവാൻ? ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കേട്ടതാണ്, ഇതൊക്കെ എത്രയും മെസ്സേജ് നമ്മൾ കേട്ടതാണ്, അതങ്ങനെ അത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളല്ലേ ദൈവത്തിന് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരുവനെ വിടുവിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെതായ രീതികളും സമയങ്ങളും ഉണ്ട്. സത്യമാണ്, യാഥാർത്ഥ്യമാണ്, വേദോസ്തത്തിൽ നമ്മളങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരുക്കത്തോടെയും നമ്മൾ വിശ്വാസത്തോടെയും ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നെങ്കിൽ നിശ്ചയമായും അങ്ങനെ ചെന്നവരാരും പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും ആമേൻ ഹല്ലേലൂയ ഒരുക്കത്തോടെയും ദൈവസന്നിധിയിൽ ചെന്നവരാരും ആമേൻ അവർ വന്ന ഭാരവുമായി വന്ന പ്രയാസവുമായി തിരികെ പോകേണ്ട ഒരു അവസ്ഥ നമ്മൾ ഒരിക്കലും വന്നിട്ടില്ല. മറിച്ച് അവരുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടായി ദൈവപ്രവൃത്തി കണ്ട് ആമേൻ ആശ്വാസത്തോടെ പോയിക്കൊള്ളുക എന്നാണ് യേശു അവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്. അവിടെ എല്ലാം ഒരു വിടുതൽ കണ്ടവരായിട്ടാണ് പോയിരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിന്ന് പ്രതീക്ഷയോടെ അടുത്തു വരാം. അവിടെ നമ്മുടെ ഭാരമെല്ലാം മാറ്റി നമ്മുടെ കൂനുകളെ നിവർത്തുന്ന ദൈവമാണ്. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് നമുക്ക് പ്രതീക്ഷ അർപ്പിച്ച് ആമേൻ ജീവിതം മുന്നോട്ട് നയിക്കാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ കൂനുകളെ നിവർത്തുന്ന ദൈവമെന്നുള്ള വലിയ ആത്മീയ സന്തോഷം ഈ ഭാഗത്തിൽ നിന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്ന് ആമേൻ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആ കുനിയായ സ്ത്രീയെ, അവൾ 18 വർഷമായി ഭാരപ്പെട്ട ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഇരുന്നിടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുവാൻ അവൾ പള്ളിയിൽ ഇരുന്നപ്പോൾ യേശു അവളെ കണ്ട് സൗഖ്യമാക്കിയതുപോലെ ഇന്ന് ഈ വീഡിയോ കേട്ട് കർത്താവിൽ പ്രതീക്ഷയോടെ തങ്ങളുടെ ജീവിതത്തിലെ കൂനുകളുമായി കർത്താവിലേക്ക് നോക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങളുണ്ടെങ്കിൽ അവരെ ദൈവം ആ കൂനിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, ആ പ്രയാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് അതൊരു ബ്യൂട്ടിഫുൾ ടെസ്റ്റിമണിയാക്കി അനേകർക്ക് ദൈവനാമം മഹത്വമാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ജീവിതത്തെയും കരങ്ങളിലേൽപ്പിക്കുന്നു, കുടുംബത്തെയും കരങ്ങളിലേൽപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോ പ്രേക്ഷകരെയും ശ്രോതാക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ വെക്കുന്നു. അവരുടെ ആവശ്യങ്ങളോട് കൂടി ഇരുന്നാട്ട് അനുഗ്രഹമാക്കി തീർത്താട്ട് മാനവും മഹത്വവും സ്വർഗത്തിന് യേശു മൂലം സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുവാൻ തൊക്കണം ദൈവം സഹായിച്ചോട് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.